ഫവാസ്, ED ഇപ്പോൾ കറന്റ്ലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരായിട്ട് അനിൽ ആനന്ദപ്പണിക്കർ ഹാജരായി എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അനിൽ ആനന്ദപ്പണിക്കർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശിധരൻ കർത്ത എന്ന് പറയുന്ന CMRLന്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ മരുമകനാണ് അനിൽ ആനന്ദപ്പണിക്കർ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടെന്ന് പറയുന്നു. ഈ ചോദ്യം ചെയ്യൽ എനിക്ക് തോന്നുന്നു ജൂൺ 17-ാം തീയതി വീണ വിജയനിൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതും കടന്ന് രണ്ടാമത്തെ, അതായത് മുഹറം അവധി ദിവസമായിരുന്നു എന്ന് തോന്നുന്നു, രണ്ടാമത്തെ ചോദ്യം ചെയ്യലിന് വീണ വിജയൻ ഹാജരായത്. അതെ, 25-ാം തീയതി തന്നെ പോയി. അതിന്റെ പിന്നിലും ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. സഭയിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചു വരുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ ഒതുക്കി അതിനു വേണ്ടിയിട്ടായിരിക്കും സഭ അവധിയായിരുന്ന ഒരു ദിവസം തന്നെ ഇവർ തിരഞ്ഞെടുത്തത്. എന്തായാലും അന്നത്തെ രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ, ഒരു 17ഓളം ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ വീണ വിജയന്റെ ലോക്കറുകൾ അടക്കം തുറന്ന് പരിശോധിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. പക്ഷേ ആ ലോക്കറിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെറും 1.5 ലക്ഷം രൂപ മാത്രമാണ് ഉള്ളത്. നോക്കിയ ED വിഡ്ഢികളായി എന്നൊരു തരത്തിലൊക്കെയാണ് പിണറായി വിജയൻ പിന്നീട് വന്ന് പ്രതികരിച്ചത്. പക്ഷെ ഈ 1.5 ലക്ഷം അവർക്ക് ഈ പറയുന്ന മാസപ്പടി കിട്ടി എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ഈ കിട്ടിയ മാസപ്പടി അവർ എന്ത് ചെയ്തു, അതായത് ഈ 1.5 കോടിയുടെ സോഴ്സ് എവിടെ, അല്ലെങ്കിൽ എന്തിനു ഉപയോഗിച്ചു, എങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വീണ വിജയൻ എന്ന് പറയുന്ന ഒരുപാട് ആർഭാടത്തിൽ മാത്രം ജീവിക്കുന്ന, ഒരുപാട് സുഖസൗകര്യങ്ങളോടെ ജീവിക്കുന്ന വീണ വിജയനെ പോലെ ഒരാൾക്ക് 1.5 കോടി രൂപ ചിലവായി പോയി എന്ന് പറഞ്ഞാൽ തീരുന്നതാണ് ഈ ഒരു വിഷയം. പക്ഷെ അത്തരത്തിൽ അവർ പറഞ്ഞിട്ടില്ല. പകരം എങ്ങോട്ട് ഈ കാശ് പോയി എന്നുള്ള ചോദ്യത്തിൽ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഞാൻ ചിലവാക്കി അല്ലെങ്കിൽ ഇന്നത് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോയേക്കാം. പക്ഷെ അതിന് പകരം പലതിലേക്കും പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഉത്തരമില്ലാതെ അവർ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് പിന്നിൽ മറ്റു കളികൾ ഉണ്ടാവണമല്ലോ. ഇപ്പോൾ അനിൽ ആനന്ദപ്പണിക്കർ അല്ലെങ്കിൽ കർത്തയുടെ ഭാര്യ ജയ അടക്കമുള്ളവരെ, 2 മക്കളടക്കമുള്ളവരൊക്കെ ഈ ഒരു അന്വേഷണ റഡാറിൽ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ED അന്വേഷിക്കുന്ന ഈ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ നിന്നും ഈ പണം വിദേശത്തേക്കാണ് കടത്തിയത് എന്ന തരത്തിലേക്ക് ഒരു അസംഷനിലേക്ക് ഇവർ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ED അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്നും ഇത് NIA ഏറ്റെടുക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതായത് രാജ്യം കടന്ന് ഒരു പണം മറ്റൊരു രാജ്യത്തേക്ക് കടത്തി, അല്ലെങ്കിൽ വീണ വിജയന് വിദേശ നിക്ഷേപങ്ങളോ ഒരുപാടുണ്ട് എന്നുള്ള തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് മക്കകം പുറത്ത് വന്നു കഴിഞ്ഞതാണ്. അമേരിക്ക ബേസ് ചെയ്തിട്ടും ഈ പറയുന്ന പോലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന് നേരത്തെ തന്നെ പുറത്ത് വന്നിട്ടുള്ളതാണ്. പക്ഷെ അമേരിക്ക ബേസ് ചെയ്തിട്ട് ഒരുപാട് കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടെന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ആണ് EDയുടെ അന്വേഷണം ചെന്നെത്തുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും NIA ഈ കേസിലേക്ക് ഒരു എൻട്രി നടത്തേണ്ട സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. കാരണം ഇത് രാജ്യം വിട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ഉണ്ടായിരുന്നത് എല്ലാവരും വിചാരിച്ചിരുന്ന കാര്യം ചെറിയ ഇട്ടാവട്ടത്ത് കടങ്ങുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം കറങ്ങുന്ന ഒന്നായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നീട് അത് തമിഴ്നാട് മാറി അന്തർ സംസ്ഥാനങ്ങളിലേക്ക് വരെ നീളുന്ന വലിയ തരത്തിലൂടെ സാധനം പോകുന്നു. പിന്നെ ഇപ്പം അതൊന്നും മാറി നാഷണൽ രാജ്യത്തിന് പുറത്തോടെ സാധനം പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ED മാറി അത് NIAയിലോട്ട് പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ ഒന്ന് അതിൻ്റെ ഉത്തരവാദം ഏറ്റെടുക്കേണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവാണ്, കഴിഞ്ഞ മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഉയരും. ഇത്തരത്തിലുള്ള വലിയ ഉന്നത തസ്തികയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ആരോപണം വരുമ്പോൾ അത് ചില്ലറ രീതിയിൽ അദ്ദേഹം ഒതുക്കും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 1.5 ലക്ഷം മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പണം എവിടെ പോയി, അല്ലെങ്കിൽ അത് എവിടുന്ന് പോയി, എങ്ങനെ പോയി, ആര് കൊണ്ടുപോയി എന്നുള്ള വലിയ ചോദ്യം ചിഹ്നം കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാണാനില്ല. പിന്നെ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് വഴി മറ്റ് രാജ്യങ്ങളിലോട്ട് പോയോ എന്നുള്ള വലിയ ചോദ്യം കിടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് EDയുടെ കയ്യിൽ നിന്നും പോയി NIAയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇതിന് കുറ്റം പറയാൻ പറ്റില്ല. അത് രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള തരം പറഞ്ഞ് അതിനെ തള്ളാനും പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. അല്ല, ഒരിക്കലും ഇത് പൊളിറ്റിക്കൽ റിവെഞ്ച് എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? പൊളിറ്റിക്കലി ഉള്ള റിവെഞ്ച് ആണെങ്കിൽ പിണറായി വിജയന് നേരെയല്ലേ ഉന്നം വരേണ്ടത്? പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്നത് ഒരു പാർട്ടിയിലും അംഗമല്ലാത്ത, ഒരു പാർട്ടി പ്രവർത്തനവും നടത്താത്ത മറ്റൊരു ഇൻഡിവിജ്വൽ ആണ്. അവർക്കെതിരെ വരുന്ന അന്വേഷണം പാർട്ടി അങ്ങ് ഏറ്റെടുത്തു, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഫ്ലെക്സുകൾ കാണുന്ന തുടരാപ്പാക്കലാം. അതായത് പിണറായി വിജയന്റെ വലിയ മാസ് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് EDയുടെ ആ റെയ്ഡിന് പിന്നാലെ ഉയർന്ന ഫ്ലെക്സുകളാണ്. അതായത് ഓരോ പാർട്ടി പ്രവർത്തകനും പാർട്ടിയായി മാറിയ ദിവസം, അതായത് പിണറായിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയായി മാറേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ. ഈ പാർട്ടി പ്രവർത്തകൻ പാർട്ടിയായി മാറിയത് പാർട്ടിയുടെ അംഗം പോലും അല്ലാത്ത വീണ വിജയന് വേണ്ടിയിട്ടാണ്. അത് പറയാൻ തന്നെ ഇവർക്ക് നാണിക്കുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം, ഇത്തരത്തിലല്ല മറ്റൊരു കേസ് വന്ന സമയത്തും കോടിയേരി പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല, ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ളതാണ്, അവൻ തീർത്തോളും, അതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ അദ്ദേഹം തയ്യാറായി എന്ന് മാത്രമല്ല, പലരുടെയും നിർബന്ധപ്രകാരം അദ്ദേഹം പ്രായാധിക്യം കാണിച്ചുകൊണ്ട് ആ ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന പദവി രാജിവെക്കാൻ കൂടി അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. പേര് ഇത് പറഞ്ഞുകൊണ്ട് പേര് പറഞ്ഞുകൊണ്ട്
യഥാർത്ഥ പ്രശ്നം ഇത് തന്നെയല്ല. അതൊരു ചങ്കൂറ്റം തന്നെയാണ്, എന്തുകൊണ്ടും അതൊരു ചങ്കൂറ്റം തന്നെയാണ്. അത്തരത്തിൽ കാണിക്കാൻ ഉണ്ടായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ധാർമ്മികത എന്നൊക്കെ ഇവർ പറയുന്ന സാധനം കോടിയേരി കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വീണ വിജയനെ തൊട്ടപ്പോൾ മാത്രം അത് പാർട്ടിക്കെതിരെയുള്ള വിനീഷ് കോടിയേരി ഒന്നുമില്ലെങ്കിലും പാർട്ടി പ്രവർത്തകനായിരുന്നു. വീണ വിജയൻ പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തൊരു, പാർട്ടിയിൽ യാതൊരു പ്രവർത്തനങ്ങളും, ഒരു കുടി പിടിച്ച പാരമ്പര്യം പോലും ഇല്ലാത്ത വീണ വിജയനെ തൊട്ടപ്പോൾ ഈ പാർട്ടിക്കാരെല്ലാം പ്രവർത്തകരെല്ലാം പാർട്ടിയായി മാറിയ ദിവസം എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കാൻ യുവമാർക്ക് നാണോ ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉറപ്പായിട്ടും അവിടെ ഇല്ലാത്തത് വീണ വിജയൻ എങ്ങനെയാണ് പാർട്ടിയാകുന്നത്? അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഒതുങ്ങിപ്പോയി എന്ന് പല നേതാക്കന്മാരും വിമർശിക്കുന്നത് സത്യമാണ്. അവിടെ പിണറായിയാണ് പാർട്ടി, പാർട്ടിയാണ് പിണറായി. പണ്ട് ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ, ആ രീതിയിൽ കളിയാക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാര്. അതിന്റെ വേറൊരു വേർഷൻ അല്ലേ ഇവിടെ നടക്കുന്നത്. പിണറായിയാണ് പാർട്ടി, പാർട്ടിയാണ് പിണറായി. അപ്പൊ പിണറായിയുടെ മോളെ തൊട്ടതും പാർട്ടിക്കെതിരെ തൊടലായി. അപ്പൊ ഇത്തരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇ ഡിയിൽ നിന്നും ഇപ്പൊ ഇ ഡി ഒരുപാട് പ്രഹസനമാണ് എന്നുള്ള തരത്തിലും, അല്ലെങ്കിൽ ഇ ഡിയുടെ കുറെ കേന്ദ്ര ഏജൻസിയാണ്. പക്ഷെ NIA പോകുമ്പോൾ കാര്യങ്ങൾ ഇവിടം കൊണ്ട് നിൽക്കില്ല. ഇപ്പം റിയാസിലേക്ക് പോയി എന്ന് പറയുന്നു. പിന്നീട് വിദേശ നിക്ഷേപങ്ങളെ കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വരുന്നു. വിദേശ നിക്ഷേപങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ മകനടക്കം വിദേശ രാജ്യങ്ങളിൽ ആഡംബര ഫ്ലാറ്റും കോടികളുടെ സമ്പാദ്യവും ഒക്കെ ഉള്ളതായിട്ട് 3000 കോടിയോളം നിക്ഷേപം ഉള്ളതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളായതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ പുറത്ത് പറയുന്നില്ല. പക്ഷേ ഇവർക്കൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലും പിണറായി വിജയൻ ചികിത്സാർത്ഥം നമ്മളുടെ കയ്യിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് നടത്തിയ വിദേശയാത്രകളുടെ എല്ലാം ഒരു കണക്ഷൻ ഫ്ലൈറ്റ് വന്നത് ദുബായ് വഴിയാണ്. അതായത് അമേരിക്കയ്ക്ക് പോകുമ്പോൾ ദുബായിൽ 2 ദിവസം തങ്ങുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് ദുബായിലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളും അല്ലെങ്കിൽ മകനെ കാണുക എന്നുള്ളതൊക്കെ കൂടി ഈ ഒരു നികുതി പണത്തിൽ നിന്നും എടുത്ത വിദേശ യാത്രകളിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ജീവൻ, മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ജീവൻ നമ്മളുടെയൊക്കെ ആവശ്യമാണ്. ജനങ്ങളുടെ പണം എടുത്തിട്ട് അവർ പോട്ടെ, ചികിത്സിക്കട്ടെ, പ്രശ്നമില്ല. പക്ഷെ അപ്പോഴൊക്കെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് വന്നിറങ്ങിയത് ദുബായിലാണ്. അമേരിക്കയിലും അദ്ദേഹത്തിന് ഒരുപാട് വിദേശ നിക്ഷേപങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകന്റെയോ മകളുടെയോ പേരിലുള്ള നിക്ഷേപങ്ങളുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ഇതേവരേക്കും ഇവരാരും ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു മറുപടി ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ഇവരുടെ ഭാഗത്തു നിന്നും ഈ ഒരു 10 വർഷ കാലയളവിൽ നമ്മൾ കേട്ടിട്ടില്ല. പകരം പാർട്ടിയെ ഇളക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് നടന്ന ദിവസം തന്നെ ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, സഖാവിന്റെ വീട്ടിൽ കയറിയ ഇ ഡി ഉദ്യോഗസ്ഥരാരും അതേപടി ജീവനോടെ പുറത്തിറങ്ങരുത്, സഖാവിന് വീട് നമുക്ക് വേറെ വെച്ച് കൊടുക്കാം. അതായത് ഇ ഡി ഉദ്യോഗസ്ഥരെ വീടോട് കൂടി അങ്ങ് കത്തിച്ചേക്കെന്നാ പറയുന്നത്. അപ്പൊ അത്തരം ആഹ്വാനങ്ങളൊക്കെ പച്ചയ്ക്ക് നടത്തിയിട്ടുള്ള എന്നുവെച്ചാൽ തനിക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പാർട്ടി പ്രവർത്തകർ ചാവേറുകളാകണം എന്ന് കരുതുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ മാറ്റപ്പെടുമ്പോൾ ഉറപ്പായിട്ടും ഇത്തരത്തിലൊരു അന്വേഷണം ഈ രീതിയിൽ വന്ന് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം കുറച്ചെങ്കിലും മാന്യതയുണ്ടെങ്കിൽ രാജിവെക്കണം. ആ കൂട്ടത്തിൽ തന്നെ ഉള്ള പല അണികൾക്കും ഈ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തൊരവസ്ഥയായതുകൊണ്ടും പിണറായി വിജയനെതിരെ ഒരക്ഷരം ശബ്ദിക്കാനുള്ള ഒരു നട്ടെല്ല് പല നേതാക്കന്മാർക്കും ഇല്ലാത്തത് കൊണ്ടുമാണ്. ഒന്നാമത് ഈ പാർട്ടി ഓൾറെഡി ഹൈജാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു മുൻ മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് എല്ലാവരെയും വിലക്കെടുത്ത് വാങ്ങി. ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്ത ആദ്യം കാര്യം ഈ പറഞ്ഞ പോലെ കോടതിയിലെ ജഡ്ജിമാർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പല നേതാക്കന്മാരെയും ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു. സിമിലർലി പാർട്ടിക്ക് മുകളിൽ തനിക്ക് മേലെ ഇനി ആകെ പൊന്തല്ല കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നുള്ളൂ. പി ജയരാജൻ അല്ലെങ്കിൽ കെ ശൈലജ പോലത്തെ കുറച്ച് നേതാക്കന്മാർ അവർ നൈസായി ഒതുക്കി കഴിഞ്ഞു. പിന്നെ പാർട്ടിക്കുള്ളിൽ പിന്നുള്ളത് ഗോവിന്ദനാണ്. ഗോവിന്ദന് പിന്നെ ഒന്നിനും പറ്റാത്ത ഒരാളാണെന്നുള്ളത് പിണറായിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം എന്താണോ പറയുന്നത് അപ്പുറത്തോട്ടൊരു വില വരച്ചാൽ കാലെടുത്ത് വെക്കാത്ത ആളാണ് ഗോവിന്ദൻ. അതുകൊണ്ട് പാർട്ടി ഓൾറെഡി അയാളുടെ കയ്യിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കാര്യത്തോട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള സേഫ്റ്റി ഇല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി. കാരണം ഓൾറെഡി 18.3 കോടി രൂപ ഇ ഡി സീസ് ചെയ്ത് കഴിഞ്ഞു. സീസ് ചെയ്ത സാധനം മൊത്തം ഫ്രീസ് ചെയ്ത് അതിന് ഒരുവിധം കാരണവശാലും തുറക്കാൻ പാടില്ലാത്ത രീതിയിലോട്ട് പെർമനൻ്റ് ആയിട്ടത് സീസ് ചെയ്ത് വെക്കുന്ന തരത്തിലോട്ട് ഇ ഡി അഡ്ജുറിറ്റി കമ്മിറ്റിക്ക് വേണ്ടി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഇ ഡി പറഞ്ഞു. മീൻസ് ഇനി ആ സാധനം തൊടാൻ പാടില്ല, അത് ഫ്രീസ് ചെയ്ത സാധനം തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അതാക്കി കഴിഞ്ഞു. മാത്രമല്ല 3ാം വട്ട ചോദ്യശൈലിയിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം 1ഉം 2ഉം ഘട്ടം കഴിഞ്ഞു. അപ്പം ഇനി വരുമ്പോൾ കൂടുതൽ ശക്തിയായിട്ട് പല കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടാണ് കർത്തയുടെ മരുമകനെ അടക്കമുള്ള ആൾക്കാർ ചോദ്യം ചെയ്യുന്നതും
അതിന് കിട്ടിയ ഉത്തരങ്ങളും ചോദ്യങ്ങളും അനുസരിച്ച് വീണ്ടും വീണെ ചോദ്യം ചെയ്യുന്നതും പോകുന്നതും. ഇന്നത്തെ ദിവസം തന്നെ ഇവർക്ക് വീണയ്ക്ക് സമൻസ് അയക്കാനുള്ള നടപടിയിലേക്കാണ് അടുത്ത ഇ ഡി കടക്കുന്നതെന്നാണ് അറിയുന്നത്. അടുത്ത ചോദ്യം ചെയ്യലായിട്ടുള്ള സമൻസ്. അപ്പോൾ അത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു അറസ്റ്റിലേക്കുള്ള ഒരു നീക്കം തന്നെയായിരിക്കും. 3-ാം വട്ടവും ചോദ്യം ചെയ്യാൻ പാകത്തിന് എന്താണ് ഇനിയുള്ളത്? 2 വട്ടം കിട്ടിയിട്ടും പറയിപ്പിക്കാത്ത എന്ത് കാര്യമാണ് ഇനി 3-ാം വട്ടം ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നതെന്നും നമുക്കറിയില്ലല്ലോ. അതല്ല, റിയാസിനെതിരെ ഈ പറഞ്ഞ പോലെ ഇ ഡി ഒരുക്കങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പം റിയാസിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അദ്ദേഹത്തിനും കത്തയക്കും എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. റിയാസിന് കത്തയച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ തരത്തിലോട്ട് പ്രശ്നങ്ങളോട്ട് പോകും. മാത്രമല്ല ഇ ഡി ഇത്രയും കാലം SFIO പിന്നെ സ്വരൂപീകരിച്ച് 134 ഫയലുകൾ ഉണ്ടായിരുന്നു. ആ ഫയലുകൾ മൊത്തം ഈ പറഞ്ഞ പോലെ 2012 ശേഷമുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഇ ഡി SFIO അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളാണ് ഇ ഡി വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇ ഡി പറയുന്നത് ആ 134 ഫയലുകൾ മാത്രം പോരാ, അതിലും മുമ്പോട്ടുള്ള ഒരുപാട് ഫയലുകൾ ആവശ്യമുണ്ട് എന്നുള്ളതും അന്നേ തുടങ്ങിയ കളിയാണ് എന്നുള്ളതും. അതുകൊണ്ട് 2009 മുതലുള്ള മൊത്തം കാര്യങ്ങളും വേണം. ഈ SFIO അന്വേഷിച്ചിട്ടുള്ളത് 2012 മുതലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പോരാ, അതിന് മുമ്പുള്ളോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇ ഡി അതും കൂടി 2009 മുതൽ ഈ പ്രശ്നം വരെ നീണ്ടു നിൽക്കുന്ന വലിയ കാലയളവിലുള്ള മൊത്തം കാര്യങ്ങളും ഇ ഡി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ പല നേതാക്കന്മാരും അതിൽ കുടുങ്ങും എന്നുള്ളത് കൃത്യമാണ്.